നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ എന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ യാത്രയിൽ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വണ്ടിത്തടത്തിനടുത്ത്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്താ പറയുക, കോർപ്പറേഷനിൽ കുറച്ച് വേസ്റ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് കയറ്റിക്കൊണ്ട് നിൽക്കുന്ന വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകുന്ന സമയത്ത് കയറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് ഒരു അതിഥി ഇങ്ങനെ കിടന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോയിരുന്നു. ഇവിടുന്ന് 3-4-5 പ്രാവശ്യം എനിക്ക് തോന്നുന്നു 3ഓളം പ്രാവശ്യമാണ് മൂർക്കനദികളെ പിടികൂടിയിട്ടൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു അതിഥിയെ കണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാർ ആ സമയം തൊട്ടോടെ വെയിറ്റ് ചെയ്യണം. വാർഡ് മെമ്പറാണ് കൗൺസിലറാണ് വിളിച്ച പുള്ളിക്കാരന് പുറത്ത് മറ്റെന്തോ ആവശ്യമായിട്ട് അദ്ദേഹം പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ ഇരിക്കുന്ന എന്താ വെച്ചാൽ വേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ വീടുകളിൽ പണ്ട് നമ്മൾ നദികളിലും തോടുകളിലൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളെ ഇപ്പം നമ്മൾ ഇവരെ പോലുള്ള എന്താ പറയുക പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ശേഖരിച്ച് വേർതിരിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, ഇത് ഒരു വലിയ സംഭവമായിട്ടൊന്നും കാണുന്നത്. ഇതൊക്കെ എല്ലായിടത്തും നമ്മുടെ കോർപ്പറേഷൻ്റെ മാത്രമല്ല എല്ലാ വീടുകളിലും വേസ്റ്റ് വയ്ക്കുന്ന സ്ഥലത്ത് പാമ്പ് വരാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് വേസ്റ്റ് വയ്ക്കുന്നതുകൊണ്ടാണെന്നൊന്നുമല്ല. പാമ്പിന് അങ്ങനെ വേസ്റ്റൊന്നും അല്ലെങ്കിൽ ഹൈജീനിക്കൊന്നൊന്നുമില്ല. എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നു അതിഥികൾ. അപ്പോൾ നമ്മൾ സമയം കളയുന്നത് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലം നമുക്കൊന്ന് നോക്കാം. രാവിലത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു. എത്ര മണിക്ക് തുടങ്ങി എത്ര മണിക്ക് തീരും? 5 മണിയുണ്ട്. അപ്പോൾ എത്ര മണിക്ക് രാവിലെ തുടങ്ങണേ? 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ രാവിലെ അതിന് മുന്നേക്ക് നിന്ന് എടുക്കുന്ന ആൾക്കാർ അത് എടുക്കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയും ചെയ്യുന്നു. 7 മണിക്ക് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സന്തോഷം. നമ്മൾ യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടതാണ് അവരൊക്കെ. അറിയില്ല നമ്മുടെ നാടിൻ്റെ എന്താ പറയുക ശുചീകരണം. അതായത് പണ്ടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന പറഞ്ഞാൽ ഞാൻ നിത്യേന കാണുന്നത്, ഞാൻ ഫുൾ ടൈം യാത്ര. അപ്പോൾ ഈ ബൈക്കിൽ വെച്ചുകൊണ്ട് വന്നിട്ട് കാലുകൊണ്ട് തട്ടി അടുത്ത തോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന അനുഭവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചെടുപ്പിച്ചിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ പരിസരം മുഴുവൻ വേസ്റ്റിൻ്റെ കൂമ്പാരമായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി പാത്തിരുന്നിട്ട് കൊണ്ടുവന്ന ആൾക്കാരെ ആദ്യം പിടിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, കേൾക്കട്ടെ. പിന്നെ രണ്ടാമത് ആ വണ്ടി വന്നാൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് പൊളിച്ചിട്ട് കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം അറിയാം. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ വേസ്റ്റ് ഇല്ലാത്തൊരു സാഹചര്യമാക്കി എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. അവിടെ നിന്ന് റോഡിൽ നിന്ന് ഒരു വേസ്റ്റ് ഇടുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിത് വെച്ച് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അവരോട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ എവിടെ കറക്റ്റാണ് കണ്ടവർ പറയൂ. കറക്റ്റ് കണ്ടു. എവിടെയാണോ ആ ഇരിക്കുന്ന സ്ക്രാപ്പാണോ? ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങോട്ട് കയറി പോയിട്ടില്ല. ആ സമയത്ത് ആളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു ഇതാണ് സാധനം. അപ്പോൾ നമ്മളെ വിളിച്ച നമ്മുടെ സാറ് വന്നിട്ട് നമസ്കാരം സാറേ വരണം, ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, പുള്ളിയാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ കൗൺസിലർ. അപ്പോൾ നമ്മുടെ പേര്? എൻ്റെ പേര് രതീഷാണ്. രതീഷ്. അപ്പോൾ ഇതെപ്പോഴാണ് കണ്ടത് സാറേ? ഇത് രാവിലെ ഞാനല്ല കണ്ടത്, ഇവിടുത്തെ ഹരിതകർമ്മസേനയിലെ സഹോദരിമാരാണ്. അതെ. അവരാണ് എന്നെ വിളിച്ചത്. അതിനുശേഷം അവർ പോയിട്ടില്ല. അവരിവിടെ ഉണ്ട്. അവരിവിടെ തന്നെ ഉണ്ട്. ഇതിന് മുന്നേ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ചെറുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇവർ പറഞ്ഞോണ്ടേ ഇത്രയും ഉണ്ടെന്നാണ് പറഞ്ഞത്. മോട്ടക്കാട്ടൻ എന്ന് പറഞ്ഞു. ഇനി പാമ്പ് ഇത്രയെങ്കിലും കാണുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് സമയം കളയാൻ നമുക്ക് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൂടെ കയറ്റി നമുക്ക് കുറേശ്ശെ ഇതിനൊന്ന് മാറ്റാം. വരും 1-2 അവർ വരും. പാവങ്ങൾ കെട്ടി വൃത്തിയാക്കി വയ്ക്കും. എലിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എല്ലാം വന്ന് തോണ്ടി വെളിയിലാക്കും. പിന്നെ അവർ കയറ്റുമ്പോൾ വീണ്ടും ഒന്നേന്ന് ഒരു ചാക്കിലാക്കി കൊടുത്താലേ വണ്ടിയിൽ കയറി പോവുള്ളൂ. എന്തായാലും അനക്കമൊന്നുമില്ല. പക്ഷേ എലി ധാരാളമുണ്ട്. അപ്പോൾ എലിയുള്ളപ്പോൾ അറിയാമല്ലോ, അവൻ വരിക അവൻ്റെ ഫുഡല്ലേ. അപ്പോൾ അവനെ തേടി വന്നതായിരിക്കാം. അവസാനം വരെ നമുക്ക് പ്രതീക്ഷിക്കണം. ഒരു ചപ്പെടുത്ത് അതിൻ്റെ അടിയിലിരിക്കും. അറിയാലോ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയൊക്കെ നമ്മൾ എത്ര എണ്ണം എടുത്ത് നമ്മളെ പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. ഓരോ മോട്ടക്കാട്ട സാധനം താടിയ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അവിടുന്ന് എല്ലാം ഇവിടെ പോരാ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് കിട്ടിയാലും കൊച്ചു പാമ്പ്. ഇവിടുത്തെ ചേച്ചിമാർ പിന്നെ ഫുഡൊന്നും കൊടുക്കില്ലെന്നാണ്. അവിടുത്തെ ചേച്ചിമാർ നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന നല്ല താടിയും എടുത്താൽ പോകാത്ത മുറക്കന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി. അത് 1-2 അല്ല, എത്ര എണ്ണം. ഒരിക്കൽ നമ്മൾ സ്ക്രാപ്പ് മാറ്റുമ്പോൾ 2 വലിയ അതികളെ ചേർന്നിരുന്ന അതിൽ നമ്മൾ പിടികൂടി. എല്ലാം അടുത്തടുത്ത കാലങ്ങളിലാണ്.
അടിപൊളി, സൂപ്പർ. അത് കിട്ടി. പക്ഷെ കാലുണ്ട്. വലിയ പെരിച്ചാടി എലിയായിരുന്നു. നോക്കിയേ, വലിയ പെരിച്ചാടി. നോക്കിയേ, അടിപൊളി. ഇതാ പോണേ മോൾക്ക്, അച്ഛാ കൊടുക്കും. ഇതാ ഓടിക്കോ. അടുത്തിവിടെ എലിയുടെ താഴ്വര. അപ്പോൾ എലി ഉള്ള സ്ഥലത്ത് എന്തായാലും ഇദ്ദേഹം ഉണ്ടാവേണ്ടല്ലോ. പക്ഷേ എന്തായാലും നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ വാർഡ് കൗൺസിലർ വിളിച്ച് വെറുതെ ആയില്ല. കാരണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവസ്ഥ ഇവിടെ എത്ര എലി ഉണ്ടായിട്ട് പോലും ഈ പാമ്പ് വന്നിട്ട് എലി ഇത്രയും തരാൻ പറ്റും. സാറിന് ഒരു പാമ്പ് വന്ന് അവിടെ നിന്ന് എലികൾ ഒഴിഞ്ഞു പോകുന്നത് ഒരു നിത്യ സംഭവമാണ്. പക്ഷേ ഇവിടെ അതല്ല. എന്നാൽ നീ തിന്നോടാന്ന് പറഞ്ഞ് എലി വന്ന് തൊട്ടടുത്ത്. ഇപ്പോൾ എന്താ നമ്മൾ ഇതിനകത്ത് അനക്കം കണ്ടു. അപ്പോൾ ഞാൻ വാല് പോലെ കണ്ടു. ഇവിടെ വെളിയിലേക്ക് വന്നിട്ട് തിരിച്ച് പിന്നെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുകയാണെന്നാണ് എലിയും പാമ്പും തമ്മിൽ. കണ്ട, എലിയും പാമ്പും തമ്മിൽ ഒരുമിച്ച്. കാരണം എലി അത്രയും ഓടിപ്പോണം നമ്മളുണ്ട്. എന്നിട്ടാണിതാ ആശാന്ത ഇവിടെ ഇരിക്കുന്നത്. വേണ്ട, ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സാധനം മാറ്റി. ഇത്രയും സാധനം മാറ്റിയിട്ട് അവസാനം കണ്ടത് ഈ ഒരു ചെറിയ ഏരിയയിലാണ്. ഈ ഒരു കുഞ്ഞു ഏരിയ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെപ്പോഴും നമ്മുടെ ആറ്റിങ്ങൽ പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ കൈ കൊണ്ട് ഒരു വേസ്റ്റ് സാധനം എടുക്കരുത്. ഇവിടെ ഈ കൂട്ടിയിട്ട് എങ്ങനെ സാധനം എപ്പോഴും ഒരു ചെറിയ കമ്പി, ഒരു 2 അടി നീളത്തിലുള്ളൊരു കമ്പി വളച്ച് വെക്കുക. ഒരു 1-2 ഇങ്ങനെ പല്ല് വെള്ളി ചെയ്ത് വെക്കുക. എന്നിട്ട് വലിച്ച് മാറ്റുക. എന്നിട്ട് മാത്രമേ എടുക്കുക. കാരണം ഒരുപാട് നമ്മുടെ തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്ക് ഒരുപാട് അറിയാം. ആലപ്പുഴയിൽ ഇപ്പോൾ അമ്മ പാമ്പടിയിട്ട് മരണപ്പെട്ട് തൊഴിലുറപ്പിൻ്റെ അമ്മ ചപ്പ്. ഞാൻ എപ്പോഴും പറയും, ഇത്രയോ വർഷം കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ഇന്ന് 1 മണിക്കൂർ മുന്നേ വെട്ടിയിട്ട ചപ്പ് പോലും നിങ്ങൾ അത് കഴിഞ്ഞ് വാരി എടുക്കരുത്. 30 വെച്ച് വലിച്ചു കൊടുക്കണം. അപ്പോൾ കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെ കടി കിട്ടുന്നുണ്ട്. ഒരുപാട് മരണമുണ്ട്. മരണത്തിൻ്റെയൊക്കെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇതായിരിക്കും. വേണ്ട, ആ ചേച്ചി പറഞ്ഞതുപോലെ അത്രയ്ക്ക് ചെറിയ വലിയ തള്ള വന്നില്ല. പോണേ. ആ കണ്ട ചേച്ചിയുടെ അടുത്തേക്കാണ് ആ പാമ്പ് പോകുന്നത്. കാരണം ആ മര്യാദയ്ക്ക് സുഖമായിട്ട് കിടന്ന് ജീവിച്ച് എന്നെ ഇവിടുന്ന് പിടിച്ച് മാറ്റിക്കാൻ വേണ്ടി നോക്കുന്ന ചേച്ചി. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, ഇതെത്ര വലുതല്ല. ഏകദേശം ഒരു 4-5 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെണ്ണതിഥിയാണ്. ഈ വർഷം മുട്ടയിടുകയാണ്, ഇതൊന്നും ചെയ്തതല്ല. ഇപ്പോൾ ഇവർ കണ്ടിലിറങ്ങി കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇറങ്ങി വെളിയിൽ പോയനെ. കാരണം വെച്ചാൽ നല്ല അവന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത പറമ്പുകളുണ്ട്. അവന് സുഖമായിട്ട് ജീവിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് ജീവിക്കാം, നല്ല സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഫുഡ് അറിയാലോ, എലിയുള്ള സ്ഥലത്ത് പാമ്പ് വരാറുണ്ട്. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതാരെങ്കിലും കണ്ട് വിളിക്കുന്നു, നമ്മൾ അതിനെ പോയി പിടികൂടുന്നു. കണ്ടോ, വയറ്റിൽ ഫുഡ് കണ്ടോ, വയറ്റിൽ എലി 1-2 എലിയല്ല, കൂടുതൽ 2-2 കൂടുതൽ ചെറിയ എലികൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ വയറ്റിലുണ്ട് ചെറിയ എലി എന്നല്ല, 2 കൂടുതൽ എലിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് അത് എടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വയറ് വേർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഇപ്പോൾ കക്കായിരിക്കാൻ പറ്റില്ല, അറിയില്ല. നമ്മൾ പിടികൂടുന്ന ഏത് പാമ്പ് ഭക്ഷണം കഴിച്ചാലും നമ്മൾ പിടികൂടുകയോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാവുകയോ ചെയ്ത് അപ്പോൾ തന്നെ കക്കുക. അതൊരു എന്താ പറയുക, എൻ്റെ അല്ലെങ്കിൽ അത് പ്രകൃതി നിയമമാണ്. ചവച്ചരച്ച് കഴിക്കാത്തതുകൊണ്ടാണ്. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഒരുപാട് രാജവെമ്പാല, പെരുമ്പാമ്പിനെ വിഴുങ്ങിയതും അതുപോലെ തന്നെ ഉടുമ്പിനെ വിഴുങ്ങിയൊക്കെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് അത് കക്കുന്നത്, കോന്നിന്നെടുത്ത് രാജവെമ്പാല പെരുമ്പാമ്പിനെ കക്കുന്നത് ഉൾപ്പെടെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് അതുപോലെയുള്ള 5 മിനിറ്റ് കഴിയാമെങ്കിൽ അതങ്ങ് ഛർദ്ദിക്കും. അപ്പോൾ നമുക്ക് കണ്ടല്ലേ അറിയാമല്ലോ, നമ്മളിത് ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം എത്ര തിന്നിട്ടുണ്ടോ നമുക്ക് ഇപ്പോൾ അറിയാം. ചെറിയ എലിയാണോ വലിയ എലിയാണോ കുഞ്ഞുങ്ങളൊക്കെ. ഇന്ന് ഫുൾ ടൈം അവർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുമാതിരിപ്പെട്ട എലിയെല്ലാം വയറ്റിലാക്കിയത്. അപ്പോൾ ഒന്നായി ഇന്നലെ രാത്രി അങ്ങോട്ട് പിടിച്ചാണ്. അടുത്തതും എനിക്കൊണ്ടൊരു ചെറുതാണെന്ന് തോന്നുന്നുണ്ട്. അത് ഒന്നുമല്ല, ഒന്നേ ഉള്ളൂ.
നല്ലതല്ല ഒന്നല്ല, ഇനി ഒന്ന് ഇതാണ്ട് വരുന്നുണ്ട്, ചെറുത് കുറച്ചുകൂടി വരുന്നുണ്ട് കണ്ടാ, കുറച്ചുകൂടി വരുന്നുണ്ട്, അടുത്തും കൂടി കക്കുന്നുണ്ട്, നോക്കി ഇത് അടുത്തും കൂടി. അപ്പോൾ 2 എണ്ണം കണ്ട, 2 ഒന്ന് ദ്രവിച്ചു കഴിഞ്ഞു, എനിക്കൊന്ന് ചെറുത് കണ്ട, ചെറുത്. രണ്ടെണ്ണം. അപ്പോൾ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശാൻ 24 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഇന്ന് 2-3 എണ്ണത്തിനും കൂടെ അകത്താക്കിയേനെ. കണ്ട മോഷണമായി തുടങ്ങി. എലി ഒന്ന് ദ്രവിച്ച് കഴിഞ്ഞ് പോയി, അത് മോശം. മറ്റത് അഴിയത്തുണ്ട്, നല്ല സ്മെല്ലുണ്ട്. മറ്റതൊന്ന് ആദ്യം കഴിച്ച ഏകദേശം ഡൈജസ്റ്റായി കഴിഞ്ഞു. ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു 8-10 കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടു. എല്ലാത്തിനെയും ഇദ്ദേഹം അകത്താക്കിയേനെ, എല്ലാത്തിനെയും. പക്ഷേ ഇന്നിപ്പോൾ ഒരു വലുതിനെയും പിടിച്ചു, ചെറുതിനെയും പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ആളുകൾ ചോദിക്കാം 2 എണ്ണത്തിനെ പിടിച്ചല്ലേ, ബാക്കി ഞങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്കാൻ തന്നെ അടിപൊളിയായിട്ടിരുന്ന സമയത്താണ് ആശ നേരെ അവിടെ തന്നെ നേരെ. ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ അരികളെയും സ്ഥിരം എനിക്ക് വന്നത് 1-2-3 ദിവസം ഇരുന്ന് പറഞ്ഞതാണ്. അവന് ഇരുട്ട് അറിയാമല്ലോ, ഇരുട്ട് എവിടെയാണോ അതിൻ്റെ മാളം കണ്ടല്ലോ, ഇപ്പുറത്ത് വരും കണ്ടോ, ഇരുട്ടായി കണ്ടോ, അത് ഇരുട്ട്. അപ്പോൾ അതെൻ്റെ ഷെൽട്ടർ. അപ്പോൾ നമുക്ക് ഈ ഇരുട്ട് കിട്ടുന്ന സ്ഥലത്ത് അവർ വന്ന് ഷെൽട്ടർ ആവുക, ഒരു എന്താ പറയുക, അവിടെ രീതിയാണ്. കാരണം ഇരുട്ടാണ് അവൻ്റെ മാളം, ഇതാ പോകുന്നു. പക്ഷേ 10 ഇടത്തൊന്നും ഇരിക്കുന്നില്ല, അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അല്പം നേരം ഇരുന്നു. സാധാരണയ്ക്കാണെങ്കിൽ കടിക്കണോ ചിന്ത മാത്രമേ അദ്ദേഹത്തിന്. വായി തുറന്ന് ഇങ്ങനെ വരികയാണ്, കടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, വേറൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കണ്ട് ചെരുപ്പിൽ കടിച്ചുകൊണ്ടല്ലേ, കടിച്ച് വേനം കണ്ടതാണ്, വേനം കണ്ടേ, വേനം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, നാര് പോലെ. അപ്പോൾ ഈ കടി സാധാരണ ഒരാളിന് കിട്ടിക്കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ നമുക്ക് കടി ഉണ്ടല്ലോ, ഗ്ലാൻഡിൻ്റെ കണ്ണിൻ്റെ പുറത്തെ കവിള് നേരത്തെ നല്ല വീർത്തിരുന്നു. ഇപ്പോൾ കടിച്ചതിന് ശേഷം ഉണ്ടോ ഒട്ടിയിരിക്കുന്നത് ആ കണ്ണിൻ്റെ അവിടുത്തെ പരമാവധിയുള്ള വെനം ഈ ചെരുപ്പിലേക്ക് അവ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്, പരമാവധി ഉള്ളത് നല്ലതായിട്ട് കടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ എലിയെ പിടിച്ചുകൊണ്ട് അതിനും കുറേ കഴിഞ്ഞിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് വെനം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൂക്ഷിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ അമ്മമാർ, എനിക്ക് എന്നും എന്നും ബഹുമാനം കാണിക്കുന്ന ഒരു ടീമാണ് ഇവർ. നമ്മുടെ ഹരിതകർമ്മ സേനയും അതുപോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ കൊറോണ ആയിട്ട് കിടന്ന സമയത്ത് അന്നത്തെ ഹോസ്പിറ്റൽ ക്ലീനിങ് എന്ന വലിയ സഹോദരിമാരൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു ഘടകമാണ്. നമുക്ക് ഡോക്ടർക്ക് ഒരു പരിധിയുണ്ട്. ഇവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിസ്സാരമായിട്ട് കാണാതിരിക്കുക. സൗകര്യമാർ കമ്പി ഉപയോഗിച്ച് ഹൂക്ക് ഉപയോഗിച്ച് വേസ്റ്റൊക്കെ വലിക്കാവൂ. മണ്ടത്തരം കാണിക്കരുത്, മണ്ടത്തരമൊന്നും കാണിച്ച് വെക്കരുത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടി ഇത് നമ്മൾ കാഷ്വലായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിസ്സാര പാമ്പ് കടിക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. ഏത് നിമിഷം അവൻ്റെ സ്വഭാവം മാറും, ഏത് നിമിഷം കടി വിടാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തന്നെ 3-ാമത്തെ പ്രാവശ്യമാണ് അതിഥിയെ ചെറിയ അതിലാണ് പിടികൂടുന്നത്. വലുതൊന്നുമല്ല, ചെറിയ അതിലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഷാറ്റിങ്ങ മുനിസിപ്പാലിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് ഒരു ഏകദേശം 10ഓളം വരെ ഞങ്ങൾ പിടികൂടി അടുത്ത ഒരു 2 വർഷത്തിനിടയിൽ. എല്ലാം നല്ല സൈസുകൾ, നല്ല വലിയ മുറുക്ക നദികളായിരുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത പറമ്പുകൾ അറിയാലോ, ഈ പറമ്പുകളെല്ലാം വേക്കൻ്റെ കിടക്കും. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് തേടി ഇങ്ങോട്ട് വരുന്നതാണ്. എലി അവിടെ നിന്ന് ഓടി വരുമ്പോൾ അതിൻ്റെ പുറകെ ഇവർ തിരിച്ചവരതുപോലെ അങ്ങ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഗ്രില്ലിൽ കൂടെ അവന് പുറത്ത് വയ്ക്കാനേ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്നത്. ഇല്ലെങ്കിൽ അവൻ പുറത്തേക്ക് പോയി എലിയെ കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് അങ്ങ് പോയേനെ. അപ്പോൾ നമ്മൾ ചേച്ചിമാരെ ഞാൻ കുറച്ച് കളിയാക്കി, നമ്മൾ പറ്റിച്ചാണെന്നൊക്കെ ചോദിച്ച് കളിയാക്കി, എലിയുടെ വരാണെന്നൊക്കെ ചോദിച്ചല്ല, നമ്മൾ അവരെ പേടി മാറ്റാൻ വേണ്ടി നമ്മൾ പരമാവധി തമാശയൊക്കെ പറഞ്ഞ് അവരെ ടെൻഷനൊക്കെ മാറ്റിക്കൊണ്ട് വരുന്നത്. എന്നിട്ടാണ് നമ്മളിതിനെ എടുത്ത് പരിചയപ്പെടുക. അപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആദ്യം വിളിച്ച് ആരും വന്നില്ല, പിന്നെ ഇപ്പോൾ 3-4 നമ്മൾ. പക്ഷേ ആറ്റിങ്ങിൽ നമ്മൾ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല. ചൗരിമാരെല്ലാം കൂടെ എന്നെ വരാൻ സമ്മതിക്കുന്നില്ല. അവരെല്ലാം കൂടി ഒന്നാണ് ഇത് അന്നത്തെ വേസ്റ്റ് അത്രയും മാറ്റിയത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യമായിട്ട് പറയാനുള്ള സൗകര്യമാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും കടിയുടെ എണ്ണം കൂടുന്നതുകൊണ്ടും പാമ്പടി മരണം കൂടുന്നതുകൊണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അറിയാലോ, നമുക്ക് അഥവാ നിങ്ങൾ ഈ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പി കൊണ്ട് ചിലപ്പോൾ ഒരു കയ്യിലൊരു മുറിവുണ്ടായാലും നിങ്ങൾ മുറിവ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴായിരിക്കും അടുത്ത് പാമ്പിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് കണ്ടതെന്ന് പേടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ഇടുന്നത് പേടിപ്പിക്കാതിരിക്കുക. ഓടുകയോ നടക്കുകയോ ചെയ്യരുത്. ഒരിടത്ത് ഇരിക്കുക. മറ്റാരെങ്കിലും സേവനത്തിൽ ഫോണിലോ ആരെങ്കിലും വിളിച്ച് നിങ്ങളങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അടുത്ത കിട്ടുന്ന വാഹനങ്ങൾ, ബൈക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ പെട്ടെന്ന് മറ്റെന്തെങ്കിലും വാഹനങ്ങളിൽ അടുത്ത് എന്താ പറയുക, ബ്ലഡ് പരിശോധിക്കാൻ പറ്റും. രക്തപരിശോധനയിൽ കൂടി നമുക്കറിയാം ഏത് പാമ്പാണെന്ന് നമുക്കറിയാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം. പക്ഷേ എത്തുന്നതിന് മുന്നേ കാണണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ച് കിട്ടുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ അവിടെ നിന്ന് 1 കൈ അകലം, നിശ്ചയം കൃത്യം 1 കൈ അകലം എടുക്കുക. അകലത്തിന് മേളിലേക്ക് വീതിയുള്ള തുണി, ഒരിക്കലും കയറോ
റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. വീതിയുള്ള തുണി, കഫ് പോലത്തെ വീതിയുള്ള തുണി ഉപയോഗിച്ച് കെട്ടുക. അതുപോലെ വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കടി ഏൽക്കുന്ന ഭാഗം കയ്യിലാണെങ്കിൽ ഉയർത്തി വെക്കരുത്, താഴേക്ക് തൂക്കിയിടരുത്. വയറ്റിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് അദ്ദേഹത്തിനെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ ഏരിയയിലൊന്നും ഒരാളിലും പാമ്പടി അപൂർവം ഉണ്ടായിട്ടുള്ളൂ. ഡെത്ത്, മരണം അപൂർവം മാത്രം ഏരിയയിലോട്ടാണ്. സിറ്റിയിലും മറ്റു റൂറൽ ഏരിയകളിലൊക്കെയാണ് ഒരുപാട് കടിയുടെ എണ്ണം കൂടിയിരിക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ആർക്കും കിട്ടാതിരിക്കട്ടെ. അഥവാ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോവുക. അവർ രക്തപരിശോധന കൂടി ഏത് പാമ്പാണോ അല്ലെങ്കിൽ വെനമില്ലാത്ത പാമ്പാണെന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതിലുപരി പേടിക്കാതിരിക്കുക. പേടിച്ചു കഴിഞ്ഞ ഒരാളിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിൽ ഡോഗുണ്ട്, ഡോഗിൻ്റെ കുരയാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പാടാണ്. പേടിക്കാതിരുന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൂടി ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, 5 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെൺ മൂർഖൻ അതിഥി. അപ്പോൾ അഥവാ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പരമാവധി അവിടെ അനക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, വെയിറ്റ് ചെയ്തിട്ടാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിടിക്കാൻ പറ്റും. ഡോഗിൻ്റെ ഒരാളിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഡോഗിൻ്റെ കുര കൂടി വരുന്നു. അപ്പോൾ നമ്മളതിന് സമയം കളയുന്നില്ല. സാറേ, ആ കുപ്പി ഇങ്ങനെ സാറേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ വാർഡ് കൗൺസിലർ രതീഷ് അവർ. രാവിലെ വിളിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഇവിടെ എത്തിയ ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ തന്നെ വാച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വാച്ചിങ് ആവശ്യമാണ്. കാരണം ഇറങ്ങി പോകാൻ നോക്കേണ്ടത് എന്നെയല്ല, വേറെ ഏതെങ്കിലും പാമ്പ് കൊടുത്തക്കാരെ വിളിച്ചാൽ പോലും അവർ വരുന്നവരെ നമ്മൾ നോക്കി നിൽക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അവരിവിടെ സമയങ്ങളെ നോക്കി എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പ്രത്യേകം നമ്മൾ നന്ദി അറിയിക്കുന്നു. കാരണം ഇവരാണ് നമുക്ക് എന്നും എന്നെയൊക്കെ ഉള്ളത്. ഞാനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇവരൊക്കെ ആൾക്കാർ വെക്കുന്ന സ്ഥലത്തൊക്കെ റോഡിലൊക്കെ ഒരിക്കലും സാധനങ്ങൾ എടുക്കുമ്പോൾ കാണും. ഞാൻ പെട്ടെന്ന് പോകും. ഇവരൊക്കെ ഉള്ള ഞാൻ പെട്ടെന്ന് പോകും. മറ്റേ പറമ്പ് എവിടെയെങ്കിലും ഞാൻ പിന്നീടത്തേക്ക് മാറ്റി വെക്കും. ഇവർക്ക് പിന്നെ പണിയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് അവർക്ക് നമ്മുടെ ഇന്നത്തെ ഈ എന്താ പറയുക കുറച്ച് വേസ്റ്റ് വെച്ചിരുന്ന കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട മുറുക്കൻ അതിഥിയാണ്. അപ്പോൾ ഇവർ കണ്ടു, പ്രിയപ്പെട്ട സൗകര്യമുണ്ട്. അവരോട് തന്നെ കൗൺസിലർ അറിയിച്ചു. അതേപോലെ തന്നെ വിളിച്ച് നമ്മൾ പെട്ടെന്ന് എത്തി. ഏതായാലും നമ്മളിന്ന് പിടികൂടിയ ഏകദേശം 5 വയസ്സ് 4 വയസ്സിന് മേൽ 5 വയസ്സിനടുത്ത് പ്രായമുള്ള പെൺ മുറുക്കൻ അതിഥിയെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെയും വാർഡ് കൗൺസിലിൻ്റെ എല്ലാവരെയും നിങ്ങളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഇത്രയും പേരുടെ നന്ദി. നമസ്തേ.